ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങളിലും നവകേരള നിർമ്മാണത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ സ്വീകാര്യമായ പരിഹാരം കണ്ടെത്തണമെന്ന് സുപ്രീംകോടതി. സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുവദിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമല പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള 35 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശത്തിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. മൂന്നാറിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുള്ള 3 വിദ്യാർത്ഥികൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ കേരളത്തിനെതിരെ ഗുജറാത്ത് മികച്ച സ്കോറിലേക്ക്. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് 9ാം പതിപ്പിന് കറാച്ചിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങളിലും നവകേരള നിർമ്മാണത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ നടന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ മാർച്ച് അവസാനത്തോടെ പൂർണ്ണതയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാടിന്റെ സംസ്കാരം, നാട്ടുകാരുടെ രീതി എല്ലാം വളരെ പരിഷ്കൃതമാണ്. നമ്മുടെ നാടിന്റെ ശുചിത്വം കൃത്യമായി പാലിച്ചു പോവുക എന്നത് പ്രധാനമായി കാണുന്നു. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു വെല്ലുവിളിയായി തന്നെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ മാർച്ച് അവസാനിക്കുന്നതോടെ ആ പ്രവർത്തനം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പ്രത്യേക ശ്രദ്ധയോടെ ഇടപെടുന്ന രീതി സ്വീകരിക്കണം. 2 ദിവസങ്ങളിലായി നടന്ന ദിനാഘോഷത്തിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും പങ്കെടുത്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ സ്വീകാര്യമായ പരിഹാരം കണ്ടെത്തണമെന്ന് സുപ്രീംകോടതി. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ നേതൃത്വത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും യോഗം വിളിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. മേൽനോട്ട സമിതി 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുവദിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശാ വർക്കർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി ഫെബ്രുവരി 6 നടത്തിയ ചർച്ചയിലെ പ്രധാന ആവശ്യമാണ് നടപ്പിലാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. ആശാമാരുടെ 3 മാസത്തെ ഓണറേറിയം ഇന്നു മുതൽ വിതരണം ചെയ്യും. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10 ദിവസമായി ആശാ വർക്കർമാർ സമരം നടത്തിവരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. വയനാട് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്ന ചൂരൽമല പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള 35 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശത്തിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. അപകടങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള വിധത്തിൽ മുൻപുണ്ടായിരുന്ന പാലത്തേക്കാൾ ഉയരത്തിലാവും പുതിയ പാലം നിർമ്മിക്കുക. 268 മീറ്റർ നീളമുള്ള പാലം ചൂരൽമല ടൌണിനെ മുണ്ടക്കൈ റോഡുമായി ബന്ധിപ്പിക്കും. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം നിർമ്മിച്ച പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡയും സഹമന്ത്രി ജിതേന്ദ്ര സിംഗും ചേർന്ന് നാളെ നിർവഹിക്കും. 9 നിലകളുള്ള കെട്ടിടത്തിൽ തീവ്രപരിചരണ സേവനങ്ങൾക്കായി 130 കിടക്കകളും പേ വാർഡിനായി 40 മുറികളും സജ്ജീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ആരോഗ്യമന്ത്രി വീണ ജോർജ്, ശശി തരൂർ എംപി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കാൻ ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മലപ്പുറം കൊണ്ടോട്ടി താലൂക്കിൽ പുറംപോക്കിൽ ദീർഘകാലമായി താമസിച്ചുവരുന്ന 23 കൈവശക്കാർക്ക് പട്ടയം നൽകാനും യോഗം അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഇടുക്കി മൂന്നാറിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 3 വിദ്യാർത്ഥികൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥികളാണ് മൂന്നാർ എക്കോ പോയിന്റിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. അപകട സമയം 40 പേരാണ് ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത്. UGC കരട് റെഗുലേഷനുകൾ സംബന്ധിച്ച ദേശീയ കൺവെൻഷൻ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവനന്തപുരത്ത് ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും.
ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് മറ്റന്നാൾ കൊച്ചിയിൽ തുടക്കം 2 ദിവസത്തെ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, ജയന്ത് ചൌധരി എന്നിവർ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, വ്യവസായ പ്രമുഖർ എന്നിവർക്ക് പുറമെ 26 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളടക്കം 3000 പേർ പരിപാടിയിൽ പങ്കെടുക്കും. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിംഗിൽ പ്രതികളായ 5 പേരെയും ഏറ്റുമാനൂർ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച് 2 ദിവസത്തേക്കാണ് കസ്റ്റഡി. കോഴിക്കോട് ജില്ലയിലെ ആന എഴുന്നള്ളിപ്പുകളിൽ ഫെബ്രുവരി 21 വരെ ഒരു ആനയെ മാത്രം എഴുന്നള്ളിക്കാൻ താൽക്കാലിക അനുമതി. നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. മണക്കുളങ്ങര ക്ഷേത്രത്തിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ആന എഴുന്നള്ളിപ്പുകൾ ഒരാഴ്ച നിർത്തിവച്ചിരുന്നു. അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി പൊതുവിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര മികവിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ ജില്ലയിലെ 8 സ്കൂളുകൾക്ക് 18 ക്ലാസ് മുറികൾ അനുവദിച്ചു. 1,97,50,000 രൂപ ഇതിനായി വകയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. ഇടവേലി ഗവൺമെന്റ് എൽ.പി. സ്കൂൾ, തടിക്കടവ് ഗവൺമെന്റ് ഹൈസ്കൂൾ, ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രീ പ്രൈമറിക്ക് 3 ക്ലാസ് മുറികൾ വീതവും, പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തില്ലങ്കേരി യു.പി. സ്കൂൾ എന്നിവിടങ്ങളിൽ എലിമെന്ററി വിഭാഗത്തിൽ 1 യൂണിറ്റ് വീതവും ക്ലാസ് മുറികളാണ് അനുവദിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലയ്ക്ക് 2 ക്ലാസ് മുറികളും, ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിക്ക് 3 ക്ലാസ് മുറികളും, അരോളിക്ക് 1 ക്ലാസ് മുറിയും, ടാഗോർ വിദ്യാനികേതന് 1 ക്ലാസ് മുറിയും അനുവദിച്ചു. തുകയുടെ 40%-മായ 79 ലക്ഷം രൂപ സ്കൂളുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മലബാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആണ് അഭ്യർത്ഥന. നിലവിലുള്ള ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നിൽ കണ്ട് കെട്ടിടങ്ങളിലും തീപിടുത്ത സാധ്യതയുള്ള മേഖലകളിലും അടിയന്തര ഫയർ ഓഡിറ്റ് നടപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക നിർദ്ദേശം നൽകി. പാലക്കാട് കഴിഞ്ഞ 7 ദിവസത്തിലധികമായി താപനില 34 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമത്തിന്റെ കീഴിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം ആദിവാസി ഉന്നതികളിൽ സന്ദർശനം നടത്തി. തേക്കടിയിലുള്ള റേഷൻ കടയിൽ അനധികൃതമായി സൂക്ഷിച്ച ഭക്ഷ്യധാന്യം കണ്ടെത്തിയതിനെ തുടർന്ന് കട ഉടമയ്ക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു. നാളെ മണ്ണാർക്കാട് റേഞ്ചിലെ വിവിധ പ്രദേശങ്ങളിലും സംഘം സന്ദർശനം നടത്തും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ കേരളത്തിനെതിരെ ഗുജറാത്ത് മികച്ച സ്കോറിലേക്ക്. 3ാം ദിനം കളി നിർത്തുമ്പോൾ ഗുജറാത്ത് ആദ്യ ഇന്നിംഗ്സിൽ 1 വിക്കറ്റിന് 222 റൺസ് എന്ന നിലയിലാണ്. പ്രിയങ്ക് പഞ്ചലിന്റെ സെഞ്ചുറി മികവിലാണ് ഗുജറാത്ത് മികച്ച സ്കോറിലേക്ക് എത്തിയത്. കേരളത്തിന്റെ 1ാം ഇന്നിംഗ്സ് 457 റൺസിന് അവസാനിച്ചിരുന്നു. മുംബൈക്കെതിരായ മറ്റൊരു സെമി ഫൈനലിൽ വിദർഭ 260 റൺസിന്റെ ലീഡുമായി ശക്തമായ നിലയിലാണ്. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് 9ാം പതിപ്പിന് കറാച്ചിയിൽ തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ പാകിസ്ഥാന് 321 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ ബംഗ്ലാദേശിനെതിരെയാണ്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസസ് 28 പോയിന്റ് താഴ്ന്ന് 75,939-ലും നിഫ്റ്റി 12 പോയിന്റ് നഷ്ടത്തിൽ 22,933-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 520 രൂപ വർദ്ധിച്ച് 64,280 രൂപയും ഗ്രാമിന് 8,035 രൂപയുമാണ് ഇന്നത്തെ വില. അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് കോടനാട് ആന പരിപാലന കേന്ദ്രത്തിൽ വിദഗ്ധ ചികിത്സ നൽകും. മയക്കുവെടി വെച്ച് പിടികൂടിയ ആനയെ അതിരപ്പള്ളിയിൽ വെച്ച് തന്നെ അടിയന്തര ചികിത്സ നൽകിയതിനു ശേഷമാണ് 3 കുങ്കി ആനകളുടെ സഹായത്തോടെ ഇന്ന് കോടനാട് എത്തിച്ചത്. തൃശൂർ പീച്ചിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ താമരവെള്ളച്ചാൽ ഒരു നിവാസി പ്രഭാകരൻ മരിച്ചു. കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങളിലും നവകേരള നിർമ്മാണത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലും തമിഴ്നാടിനും ഒരുപോലെ സ്വീകാര്യമായ പരിഹാരം കണ്ടെത്തണമെന്ന് സുപ്രീംകോടതി. സംസ്ഥാനത്തെ ആശാവർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുവദിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമല പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള 35 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശത്തിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. മൂന്നാറിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുള്ള 3 വിദ്യാർത്ഥികൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ കേരളത്തിനെതിരെ ഗുജറാത്ത് മികച്ച സ്കോറിലേക്ക്. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് 9ാം പതിപ്പിന് കറാച്ചിയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.